ഇന്റലിജൻസ് നമ്മുടെ ചുരിദാറിന്റെ ഫസ്റ്റ് വീഡിയോ ആണ് സ്റ്റാർട്ട്. ഫസ്റ്റ് വരുന്നത് ഇതാട്ടോ. ഇത് നമുക്ക് വൈറ്റ് ബേസിൽ തന്നെയെല്ലാം ചെയ്തേക്കുന്നത്. അതിൻ്റെ അകത്ത് കളർ മാത്രം വ്യത്യാസപ്പെട്ട് വരുന്നു. നല്ല കളർ കോമ്പിനേഷൻ ആട്ടോ എല്ലാം. വൈറ്റിലായതുകൊണ്ടായിരിക്കും അതിന് അത്രയും ഭംഗി കൂടുതൽ കാണിക്കുന്നത്. ദുപ്പട്ട അടിപൊളി കേട്ടോ, നല്ല രസമുള്ള ദുപ്പട്ടയാണ്. ഇത് നമ്മുടെ ഓർഗൻസയിൽ തന്നെ പ്രിന്റഡ് ടൈപ്പ് ഐറ്റം ആണ്. നോർമൽ ഓർഗൻസ നമുക്ക് ഭയങ്കര പറന്ന് നിൽക്കത്തില്ല, നല്ല ഫാബ്രിക്കാണ്. കൂടിയ ഫാബ്രിക്കിലാണ് നമുക്ക് ഓർഗൻസ കുറച്ച് സോഫ്റ്റ് ആയിട്ട് വരുന്നത്. ഇത് അത്യാവശ്യം ഒതുങ്ങി കിടക്കുന്ന ഫാബ്രിക്കാണ്. പിന്നെ ഇതിൻ്റെ സൈഡ് ബോർഡേഴ്സിലെല്ലാം ഇതുപോലെ ലാവൻഡർ ഷെയ്ഡിലുള്ള ഒരു സ്കാലപ്പ് എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ട്. രണ്ട് സൈഡിലും ഉണ്ട് കേട്ടോ. പിന്നെ ഫ്രണ്ട് പോർഷനിലെ ഫ്ലവർ കാണാൻ നല്ല ഭംഗിയില്ല, അത് എംബ്രോയ്ഡറിയാണ് ചെയ്തേക്കുന്നത്. ആ സെയിം തന്നെ പാറ്റേൺ എടുത്തിട്ട് പ്രിൻറ്റ് ചെയ്തേക്കുക ദുപ്പട്ടയ്ക്കകത്തോട്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്. നമ്മുടെ സെമി സിൽക്കിൽ തന്നെ നല്ല സോഫ്റ്റ് ഒരു ബ്ലെൻഡഡ് കോട്ടൺ ടൈപ്പ് ഫാബ്രിക്കാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ചെറുതായിട്ട് കോട്ടൻ്റെ ത്രെഡ് ആഡ് ചെയ്തേ ഉള്ളൂ. സിൽക്ക് മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. ബോട്ടം വരുന്നത് സെയിം തന്നെ സാറ്റിൻ സിൽക്ക് വൈറ്റ് ഷെയ്ഡ് ഇട്ട നല്ല ഒരു എലഗൻറ്റ് ലുക്കുള്ളൊരു ഐറ്റം ആട്ടോ. കാരണം കളേഴ്സ് എല്ലാം നല്ലതാണ്. വൈറ്റിൽ ഇതിൻ്റെ അകത്ത് ലാവൻഡർ ഷെയ്ഡ്. ഇനി വരുന്ന കളേഴ്സും നല്ല 3 ഷെയ്ഡ്സേ ഉള്ളൂ. ഇതിൻ്റെ നമ്പർ Y270, റേറ്റ് 1450 രൂപ മാത്രമേ 14 പ്രൈസ്. ഇതിൻ്റെ രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത് ഒരു സീ ഗ്രീൻ്റെ ഷെയ്ഡാട്ടോ. അതായത് ചെറിയൊരു ബ്ലൂ ടോൺ വരുന്നുണ്ട്, എന്നാലും ഭയങ്കര ബ്ലൂ അല്ല. രണ്ടേയും കൂടെ ഇടയ്ക്ക് നിൽക്കുന്ന ഭയങ്കര നല്ലൊരു ഷെയ്ഡില്ല, ആ ഒരു ഷെയ്ഡാണ് കേട്ടോ. എന്തായാലും വൈറ്റ് കളറിലോട്ട് നല്ല എടുപ്പുള്ളൊരു ഷെയ്ഡ്. ഓവർ കളർ അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാതെ നമുക്ക് ഗ്രീനും ബ്ലൂവും കൂടെ ചേരുമ്പോൾ ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു കളറുണ്ട്. ആ ഒരു ഷെയ്ഡാണിത് കേട്ടോ. കാണാൻ ചിലരുടെ ഫോണിൽ അവരുടെ ഫോൺ സെറ്റിങ്സിനനുസരിച്ച് ചിലപ്പോൾ ബ്ലൂ പോലെ കുറച്ച് കൂടുതൽ കാണിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു വേരിയേഷൻ വരുന്നതിന് അത്ര എടുത്ത് പറയുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. ഇത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ്. നമ്മുടെ നോർമൽ ബ്ലൂവിനേക്കാളും രസമാട്ടോ ഈ ഒരു ഗ്രീനിഷ് ബ്ലൂ കാണാനായിട്ട്. സെയിം തന്നെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ബാക്കിയെല്ലാം സെയിം ആണ്. നല്ല ലെങ്ത്തും ഉണ്ട്. ഈ ഒരു ഫ്ലവർ കാണാൻ നല്ല രസമില്ല. ആ ഫ്ലവറിൻ്റെ തന്നെ സെയിം തന്നെ പ്രിൻ്റാണ് നമുക്ക് ദുപ്പട്ടയിൽ കൊടുത്തേക്കുന്നത്. തീർച്ചയായിട്ടും ഒതുങ്ങി കിടക്കും, ലെങ്ത്തും ഉണ്ട്. ബോട്ടം സെയിം വൈറ്റ് ഷെയ്ഡ് തന്നെ. നമ്പർ Y271, റേറ്റ് 1450. അടുത്ത ഷെയ്ഡ് 3 ഷെയ്ഡേ ഉള്ളൂ. 3 ഷെയ്ഡും അത്രയും രസമായിട്ട് കാണാൻ നല്ലൊരു പിങ്കിൻ്റെ ടോണാണ്. നമ്മുടെ ഒനിയൻ പിങ്കിൻ്റെ ഒക്കെ ആ ഒരു ഷെയ്ഡില്ലേ, ആ ഷെയ്ഡാണ് വരുന്നത്. അതിൻ്റെ അകത്തും ആ ഒരു ഫ്ലവറിലോട്ട് വരുമ്പോഴത്തേനും വൈറ്റാണ് മൊത്തത്തിൽ കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ അതിൻ്റെ അകത്തൊരു പിങ്കിൻ്റെ ഒരു കോമ്പിനേഷൻ വരുമ്പോഴത്തേനും നല്ല ഗ്രാൻഡായിട്ടോ കാണാൻ. അപ്പോൾ ദുപ്പട്ടയ്ക്കകത്താണേലും വൈറ്റ് തന്നെയാണ്. പിന്നെ അതിൻ്റെ ചെറുതായിട്ട് അതിൻ്റെ ആ സെൻറ്ററിൽ കൂടെ മാത്രം കുഞ്ഞായിട്ട് ചെറുതായിട്ട് ആ ഒരു പിങ്കിൻ്റെ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. ബോർഡേഴ്സ് ഈ ഒരു എംബ്രോയ്ഡറി ആ ഒരു ത്രെഡ് വെച്ച് തന്നെ രണ്ട് സൈഡിലും സ്കാലപ്ഡായിട്ട് നല്ല വീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അത്രയും നല്ല ഭംഗിയുള്ള. വൈറ്റ് ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഈ ഒരു പാറ്റേൺ ഇഷ്ടപ്പെടും. വൈറ്റ് തന്നെയായിട്ട് ഇടുന്ന ആ ഫംഗ്ഷനൊക്കെ ആണല്ലോ, അങ്ങനെയും വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം കേട്ടോ. ചെറിയൊരു കോൺട്രാസ്റ്റ് മാത്രമേ ഉള്ളൂ. അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം. അതല്ലാതെ തന്നെ നമുക്ക് ഫംഗ്ഷൻ ബേസ്ഡ് ആയിട്ടൊക്കെ ഇടാൻ നല്ല ഐറ്റം. ബോട്ടം സാറ്റിൻ സിൽക്ക് കേട്ടോ. നമ്പർ Y272, റേറ്റ് 1450.